തെരച്ചിലുകൾ വളരെ സജീവമായിട്ട് പുരോഗമിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഞാൻ കണ്ടാൽ അറിയാലോ, എല്ലാ അർത്ഥത്തിലും എല്ലാ മിഷനറികളും തെരച്ചിലിന് വേണ്ടി നമ്മുടെ മണ്ണിനടിയിൽ കിടക്കുന്ന ആളുകളെ രക്ഷപ്പെടുത്തുന്നതിനുള്ള രക്ഷാപ്രവർത്തനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വാർത്തകൾ വരുന്നുണ്ട്. എല്ലാം വിശദമായി പരിശോധിച്ചിട്ട് നമുക്ക് പറയാം. അതിനൊരു നമ്മൾ വിദഗ്ധ സമിതിയെ വെക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്നലെ സൂചിപ്പിച്ചതുപോലെ 2 തരത്തിൽ അന്വേഷണം നടക്കും. അത് ഞാൻ ഇപ്പോഴാണ് കണ്ടത്. അത് കണ്ട് അല്ല, അത് റിപ്പോർട്ട് വന്നിട്ടല്ലേ ഉള്ളൂ. ഞാൻ നോക്കട്ടെ. അത് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയമാണ് ഇതിന് ക്ലീൻ ചിട്ട് കൊടുത്തത്, നിർമ്മാണ പ്രവർത്തനം തുടങ്ങുന്നതിന് വേണ്ടിയിട്ട്. അങ്ങനെയാണ് ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനം തുടങ്ങിയത്. ആ നിർമ്മാണ പ്രവർത്തനം തുടങ്ങിയപ്പോഴാണ് ഇപ്പോഴാണ് ഇങ്ങനെയുള്ള പ്രയാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായത്. ഇനി അതിനെന്തൊക്കെ അശാസ്ത്രീയത ഉണ്ടായിട്ടുണ്ടോ, എവിടെയെങ്കിലും പിഴവുകൾ ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെ വിശദമായി പരിശോധിക്കും. അതില്ല, നമ്മൾ ഒരു പാത നിർമ്മാണം നിർത്തിവെക്കുക എന്നുള്ളതല്ല ഉദ്ദേശം. സുരക്ഷ, അതാണ് ഇതിന് മെയിൻ ഘടകം. അതെല്ലാം പരിശോധിച്ചിട്ട് എങ്ങനെ അത് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ്. അല്ലാതെ ഒരു പദ്ധതി ഉപേക്ഷിക്കുന്ന ഒരു പ്രവണത സർക്കാരിന്റെ ഭാഗത്തു നിന്നില്ല. അത് പരിശോധിക്കും. വിദഗ്ധ സമിതി അത് പരിശോധിക്കും, തീർച്ചയായും പരിശോധിക്കും. എല്ലാ കാര്യങ്ങളും അന്വേഷിക്കും. ഈ വന്ന സ്ഥിതിക്ക് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള എല്ലാ വിഷയങ്ങളും സർക്കാർ ഒരു കമ്മിറ്റി വെച്ച് വിശദമായി പരിശോധിക്കും. 2 തരത്തിലുള്ള അന്വേഷണം നടത്തും. ഈ ഘട്ടത്തിലാണ് ഈ കോഴിത്തോട് ബദൽപാത അടക്കമുള്ള നിർദ്ദേശങ്ങളുണ്ടായിരുന്നല്ലോ. അപ്പോൾ കുറച്ചുകൂടി സുരക്ഷിതമായിട്ടുള്ള പാതയാണ്. അതിനുവേണ്ടി സമ്മർദ്ദം അതിന് കഴിഞ്ഞ മാസം ഒരു മീറ്റിംഗ് ബഹുമാനപ്പെട്ട കൽപ്പറ്റ MLA കൃഷിമന്ത്രിയുമായ ടി സിദ്ദീഖിൻ്റെയും വടകര ലോക്സഭാ MP ഷാഫിയുടെയും അതുപോലെ തന്നെ പേരാമ്പ്ര MLA ഫാത്തിമ തേടിൻ്റെ സാന്നിധ്യത്തിൽ, എൻ്റെ സാന്നിധ്യത്തിൽ മീറ്റിംഗ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചിരുന്നു. അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ എടുത്തത് ഊരാളുങ്കലായിരുന്നു. അത് പാതി വൈര് നിൽക്കുകയാണ്. അവർ പറയുന്നത് ഫോറസ്റ്റ് സർവേ നടത്താൻ വേണ്ടി ഫോറസ്റ്റ് അനുവാദം കൊടുത്തിട്ടില്ല. അപ്പോൾ അതിന് ഒന്ന് പഠിച്ച് ഫോറസ്റ്റിലെ ബാംഗ്ലൂരിലേക്ക് ഫോറസ്റ്റിന് ഒരു അപേക്ഷ കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അതും സജീവമായി നമ്മുടെ പരിഗണനയിലുണ്ട്. അതാണല്ലോ ഒന്നിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞത്. വീഴ്ച എവിടെയൊക്കെ ഉണ്ടായിട്ടുണ്ടോ, ജില്ലാ ഭരണകൂടത്തിന് വീഴ്ച ഉണ്ടായിട്ടുണ്ടോ, എല്ലാ കാര്യങ്ങളും പരിശോധിക്കും. പൊതുമരാമത്ത് വകുപ്പിന് റിപ്പോർട്ട് നൽകിയല്ല, പൊതുമരാമത്ത് വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥന്മാരാണ് അവിടെ വന്ന് പരിശോധിച്ചത്. അത് ഞാൻ മന്ത്രിയായപ്പോൾ വന്നതിന് ശേഷം എനിക്ക് വയനാടിൻ്റെ സാഹചര്യങ്ങളൊക്കെ അറിയുന്നത് കൊണ്ട് എന്തൊക്കെ പ്രവൃത്തിയാണ് നടക്കുന്നത്, ആരാണ് അതിൻ്റെ അതിൻ്റെ മോണിറ്ററിങ് കാര്യങ്ങളെന്ന് അറിയാൻ വേണ്ടിയിട്ടൊരു മീറ്റിംഗ് വിളിച്ചു. ആ മീറ്റിംഗ് വിളിച്ചപ്പോൾ വയനാട് കലക്ടറും കോഴിക്കോട് കലക്ടറും മലപ്പുറം കലക്ടറും ഉണ്ടായിരുന്നു. മലപ്പുറം കലക്ടർക്ക് വലിയ റോളില്ല, അത് ആനത്താരൻ്റെ മാറ്റി സ്ഥാപിക്കുന്നതിനുള്ള ഒരു നിയന്ത്രണം മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ മീറ്റിങ്ങിൻ്റെ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഈ സ്ഥലം പോയി പരിശോധിക്കാൻ വേണ്ടി തീരുമാനിച്ചു. PWD സെക്രട്ടറി വയനാട് കലക്ടറുമായ ഡോക്ടർ അദീല IAS അതുപോലെ മലപ്പുറം കലക്ടറായിരുന്ന ഇപ്പോഴത്തെ PWD അഡീഷണൽ സെക്രട്ടറി വിനോദ് IAS ഒരു സംഘത്തെ ഇങ്ങോട്ട് അയച്ചു. അവർ തന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഈ മണ്ണ് കൂട്ടിക്കുന്നത് വളരെ അപകടകരമാണ്, അതവിടുന്ന് മാറ്റണം എന്നുള്ള ഒരു നിലപാട്, അതായത് മാറ്റണമെന്നില്ല. അതിൻ്റെ അടിസ്ഥാനത്തിൽ ജൂലൈ 1-ാം തീയതി മീറ്റിംഗ് വീണ്ടും വിളിച്ചു. ജൂലൈ 1-ാം തീയതി വിളിച്ചപ്പം കൊങ്കൺ അധികൃതർ പറഞ്ഞു ഇതിലെന്താ വെച്ചാൽ ഈ വർക്ക് കൊങ്കണാണ്, ഇത് EPC ടെൻഡറാണ്, അറിയാലോ, EPC ടെൻഡറാണ്. ഇതിൽ എസ്റ്റിമേറ്റും കാര്യങ്ങളും ഡിസൈനും കാര്യങ്ങളും ഒക്കെ കൊങ്കണാണ്. അവരാണ് വർക്ക് അറിയുന്നത്, അവർ തന്നെയാണ് വർക്ക് അവാർഡിൻ്റെ കോൺട്രാക്റ്റായിട്ട് അവരാണ് എഗ്രിമെൻറ്റ് ഒപ്പുവെക്കുന്നതും, അവരാണ് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കേണ്ടതും. അങ്ങനെയാണ് ഇതിലുള്ളത്. മണ്ണ് മാറ്റാനുള്ള സ്ഥലം കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. മണ്ണ് മാറ്റാൻ ഇവിടെ സ്ഥലം കൊടുക്കേണ്ട ആവശ്യമില്ല. മണ്ണ് മാറ്റാൻ അവിടെ അല്ല, അവിടെ പാറേണ്ടതിനാണ്. അത് നമ്മളതില്ല. ഈ ഗവൺമെൻറ് വന്നിട്ട് 1.25 മാസമായിട്ടുള്ളൂ. അല്ല, ഞാൻ പറയട്ടെ, ഈ ഗവൺമെൻറ് വന്നിട്ട് 1.25 മാസം. നിങ്ങൾ അങ്ങനെ ഒരു നെഗറ്റീവായിട്ട് നമ്മൾ പറയല്ലേ. നമ്മൾ വന്നിട്ടൊന്ന് പരിശോധിച്ച് ഞാൻ ചോദിക്കട്ടെ, ജൂലൈ 1-ാം തീയതി ജൂൺ 25-ാം തീയതി ഇവിടെ വന്ന് ജൂലൈ 1-ാം തീയതി മീറ്റിംഗ് കൂടി അവിടെ വർഷകാലത്ത് മഴക്കാലത്ത് പ്രവൃത്തി നടക്കരുതെന്നും തൊഴിലാളികൾ വെച്ച് പണി എടുപ്പിക്കരുതെന്നുള്ള കർശന നിർദ്ദേശം കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ പണി നിർത്തിവെച്ചത്. നിങ്ങൾ അത് കാണാതെ പോകരുത്. അവര് പറയുന്നത് ആ മണ്ണ് അവിടെ സുരക്ഷിതമാണ് എന്നാ പറയുന്നത്. അവിടെ നിർമ്മാണത്തിന്റെ അപാകതകളുണ്ട്, ആ നിർമ്മാണം പരിശോധിക്കണം, അവിടെ പ്രശ്നം ഉണ്ടാവും എന്നൊരു റിപ്പോർട്ട് GSI നേരത്തെ അത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഞാൻ ഇന്നിപ്പോൾ വരുമ്പോൾ ഈ റിപ്പോർട്ടാണ് കണ്ടത്. നമ്മൾ അന്നത്തെ മീറ്റിങ്ങിനും കാര്യങ്ങളും കാര്യങ്ങളും കൊങ്കൺ റെയിൽവേ
കൊങ്കൻ്റെ ആളുകൾ പറയുന്നത് വെച്ചാൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്നുള്ളതാണ്. അവർ ഒരുപാട് ടണൽ നിർമ്മാണ പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ കൊങ്കൺ റെയിൽവേ പാത ഉണ്ടായിരുന്നല്ലോ, പിന്നെ ഇത് വയനാടാണ്, മേപ്പാടിയാണ്, അവിടെ സാഹചര്യങ്ങൾ മനസ്സിലാക്കണം, അവരുടെ വ്യത്യാസം മനസ്സിലാക്കണം. പക്ഷല്ല മണ്ണാണ്. ഈ കാര്യങ്ങളൊക്കെ ഞാൻ ആ മീറ്റിംഗിൽ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ജൂലൈ 1-ാം തീയതി മിനിറ്റ്സ് എടുത്താൽ ഞാൻ എന്ത് പറഞ്ഞെന്നുണ്ടെന്ന് കൂടി നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഇപ്പോൾ മാറ്റുന്ന മണ്ണ് വെക്കുന്നത് ഇപ്പോൾ റോഡിന്റെ അരികിലാണ്, ഇപ്പോൾ നിർമ്മാണം നടക്കുന്ന റോഡിന്റെ അരികിലാണ്. അതൊരു പ്രതിസന്ധി. അവർ ചളി വന്ന് അത് പരിശോധിക്കും. ഞാൻ അതിന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരോടൊക്കെ വരാൻ പറഞ്ഞിട്ടുണ്ട്. നിർമ്മിച്ച വീടിന്റെ സംരക്ഷണ ഭിത്തി തകർന്നു എന്നുള്ള ഒരു അതെ അതൊക്കെ ഇപ്പം നിങ്ങളിങ്ങനെ ഓരോ മഴ പെയ്യും, ചെറിയ ഇതൊക്കെ ഉണ്ടാവില്ല, നിങ്ങൾക്ക് അറിയില്ല. അതൊക്കെ നിങ്ങളെല്ലാം കൂടി നമ്മളെ മേലെ കയറില്ലേ. നല്ലത് കാണുങ്ങൾ വെറും നെഗറ്റീവായിട്ട് മാത്രം പോയി പത്രം